അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൊച്ചുങ്ങളിപ്പോൾ സ്കൂളിൽ നിന്ന് വരുവേ, അപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ മോമോസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മോമോസ് ലുലുമാളിൽ നിന്ന് ഒരു പാക്കറ്റ് വാങ്ങിയതാ. അപ്പോൾ അതൊന്ന് ചായക്ക് കടി കൊടുക്കാനോ അത് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. കുട്ടികൾ വരുമ്പോൾ വിശന്നിട്ടല്ലേ വരിക. അപ്പോൾ ഇങ്ങനെ അവർക്ക് വേണ്ടി ഓരോന്നുണ്ടാക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മോമോസ് റെഡിയായിട്ട് ഞാൻ 2 എണ്ണം കഴിക്കാനിങ്ങി എടുത്തേ. 1.5 വയസ്സുള്ള ഒരു കൊച്ചിനെ അതിൻ്റെ രണ്ടാനച്ഛൻ അടിച്ചു കൊന്നു എന്നുള്ള വാർത്ത ഇപ്പം മനസ്സിലേക്ക് ഓടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ മാതാപിതാക്കൾ എത്ര ഭാഗ്യം കെട്ടവരാണല്ലേ. അള്ളാഹു നമ്മുടെ ഭൂമിയിലേക്ക് ഇറക്കി തരുന്ന മാലാഖമാരാണ് നമ്മുടെ മക്കൾ അല്ലേ. അവരെത്ര വയസ്സായിക്കോട്ടെ, നമുക്ക് നമ്മുടെ മക്കൾ ഇപ്പോഴും കുഞ്ഞുങ്ങളാണ് അല്ലേ. ആ 1.5 വയസ്സിലെ ആ കുഞ്ഞിനോട് ഇങ്ങനെ ദ്രോഹം ചെയ്യാനായിട്ട് അവൻ എങ്ങനെ മനസ്സ് വന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. ആ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് അവൻ മൃഗീയമായിട്ട് ആ കൊച്ചിനെ ഉപദ്രവിക്കുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ നിൽക്കേണ്ടി വന്ന ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇറങ്ങി വന്നു. ഇനി ആരോട് സഹായം ചോദിക്കാൻ? വീട്ടിൽ സഹായം തേടാൻ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ആരോടാണ് സഹായം തേടുക? ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് പോലെ ഈ പെൺകുട്ടിയെയും ചിലപ്പോൾ അവൻ ഉപദ്രവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് നിശബ്ദമായിട്ട് എല്ലാം ചിലപ്പോൾ സഹിച്ചതായിരിക്കാം, നമുക്കറിയില്ല. പല പെൺകുട്ടികളോടും പറയാനുള്ള ഒരു കാര്യം, അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് തരുന്ന ഇണകളെ വിവാഹം കഴിക്കുക. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയിട്ട് ഒരു കുടുംബജീവിതം തകർന്നു പോണത് അപ്പനും അമ്മയും ഒക്കെ അറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളോ? നല്ലവനെന്ന് കരുതി നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന ആ മനുഷ്യൻ്റെ യഥാർത്ഥ മുഖം നിങ്ങൾ പിന്നീട് അറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം, ജീവിതം തകർന്നു പോയ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വിവാഹപ്രായം എത്തുമ്പോൾ നിങ്ങൾക്ക് അച്ഛൻ അമ്മ കണ്ടുപിടിച്ചു തരും. അതും ആ മനുഷ്യനെ നിങ്ങൾക്ക് പ്രണയിക്കാം, നിങ്ങൾക്ക് സ്നേഹിക്കാം, നിങ്ങൾക്ക് സ്നേഹിക്കപ്പെടാം. അതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾക്കൊരു വിവാഹം നടത്തി തരുന്നത്. അതാണെങ്കിൽ ആ പ്രണയത്തിന് കൂടുതൽ സൗന്ദര്യമുള്ളത്. കാരണം നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാത്ത ഒരാളാണ് നിങ്ങളുടെ ഭർത്താവ്. കാമുകൻ എപ്പോൾ വേണമെങ്കിലും പോകാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അസ്സലാമു അലൈക്കും.